നമസ്കാരം. മാനവ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനിടയിൽ ഒരു റംസാൻ കാലം കൂടി കടന്നുപോയിരിക്കുകയാണ്. സാധാരണ ജീവിതക്രമത്തിൽ മാറ്റം വരുത്തി ഒരു മാസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ഒരു നീണ്ട പകൽവേളയിൽ സമ്പൂർണ്ണ ഉപവാസമാണ് വിശ്വാസി അനുഷ്ഠിക്കുന്നത്. അതിലൂടെ പാപങ്ങൾ കരിച്ചു കളയാനും തന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള ഒരു ശ്രമമാണ് ഓരോ നോമ്പുകാലവും. റംളാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പാപങ്ങളെ കരിച്ചു കളയലെന്നാണ്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് ഒരു സമയക്രമം വെച്ചാണ്. രാവിലെ കഴിക്കും, ഉച്ചക്ക് കഴിക്കും, രാത്രി കഴിക്കും. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കത്തെ ലഞ്ചിനും ഇടയിൽ ബ്രഞ്ച് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 11 മണിയാകുമ്പോൾ അത് കഴിച്ചാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഈ ലഞ്ചിനും ഒക്കെ തുല്യവും. ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിശപ്പ് വരും. അത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. വിശപ്പ് മാറ്റിവെക്കാൻ പറ്റൂല, പക്ഷെ ഭക്ഷണം മാറ്റിവെക്കാം, അല്ലേ? ഒരു സഹനത്തിന്റെ മാർഗം സ്വീകരിച്ച് വിശ്വാസി ഭക്ഷണം മാറ്റിവെച്ച് മനസ്സുകളിൽ നിന്ന് അധർമ്മ ചിന്തകൾ ഒഴിവാക്കി പരിശുദ്ധമായ ഒരു അവസ്ഥയിലെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രചോദനകരമായ ഒരു കാര്യമാണ്. കാരണം നമുക്കിഷ്ടമുള്ള എന്തിനേയും നമ്മൾ ത്യജിക്കുമ്പോഴാണ് സഹനം വരുന്നത്. ആ സഹനം എന്ന് പറയുന്നത് നമ്മളെ സ്വയം ഒന്ന് ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിലേക്കൊക്കെ അടുക്കാനുള്ള ഒരു മാർഗമാണ്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നോമ്പ് അവസാനിക്കുന്നത് ഒരു കൃത്യസമയത്ത്, അസ്തമയത്തിൻ്റെ ബാങ്ക് വിളിയിൽ നോമ്പ് അവസാനിക്കുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു രീതി. ഇപ്പം നമുക്ക് കേരളത്തിൻ്റെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ നോമ്പ് തുറ വേദികൾ പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ട് ഇഫ്താർ പാർട്ടികൾ. അപ്പോൾ ഈ ഇഫ്താർ പാർട്ടികൾ നമ്മുടെ നാടിൻ്റെ മതേതരത്വത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെ വലിയ വേദികളായി മാറുന്നുണ്ട്. ഒരു വശത്ത് ജനങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കാനുള്ള വർഗീയ ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ മറ്റ് മതത്തിൻ്റെ വിശ്വാസത്തെ നമുക്ക് മനസ്സിലാക്കാനും മറ്റ് മതസ്ഥരും ഒന്നിച്ചു കൂടുന്ന ഈ ഇഫ്താർ സംഗമങ്ങൾ വലിയ തരത്തിലുള്ള ഒരു സംഗമവേദികളാണ്. ഇപ്പൊ വ്രതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വിശ്വാസങ്ങളിലും വ്രതമുണ്ട്. ഇപ്പൊ ക്രിസ്തുമത വിശ്വാസികൾ ഇപ്പൊ തന്നെ ഒരു മാസത്തിലധികം മദ്യവും മാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ആ ഉദ്ധാന ഞായറിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്ററിലേക്ക് എത്തുകയാണ് അടുത്ത മാസം. ആ ഒരു നല്ല അവസരം കൂടിയാണ്. അതേപോലെ നല്ല കണി കണ്ടുണരുന്ന വിഷു കാലം വരികയാണ്. ഹൈന്ദവ വിഭാഗങ്ങളാണെങ്കിൽ വിവിധ തരം വ്രതങ്ങളുണ്ട്. മനസ്സ് ശരീരം എന്നിവ ഏകീകരിക്കാൻ അവ പ്രയോജനപ്പെടുന്നു. ശിവരാത്രിക്കും അതേപോലെ പ്രദോഷ വ്രതം എടുക്കുന്നവരൊക്കെ ഉണ്ട്. 24 മണിക്കൂർ പട്ടിണി കിടന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സഹനത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് ഭക്തൻ ദൈവവുമായി അടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. എല്ലാത്തിന്റെ ഉദ്ദേശം ഒന്ന് തന്നെ, എന്തെങ്കിലും ത്യജിക്കുകയും സാധാരണ ജീവിത രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മനസ്സുകളിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നതാണ്. ഒരു മാസത്തെ നോമ്പിന്റെ ഒപ്പം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ക്രമം, അതാണ് ഏറ്റവും മാതൃകാപരം. ഭക്ഷണവും പാനീയങ്ങളും ഉപേക്ഷിക്കുന്നതിനോടൊപ്പം തൻ്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇല്ലാത്തവന് സക്കാത്ത് കൊടുക്കലാണ് വിശ്വാസി ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ആക്രമണങ്ങളും ലഹരി ഉപയോഗവും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും വലിയ തരത്തിൽ സമാധാനപരമായ മനുഷ്യജീവിതത്തിന് കേരളത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുമ്പോൾ സമാധാനം എന്നാണ് ഇസ്ലാമിന്റെ അർത്ഥം എന്നതുപോലും വിസ്മരിക്കപ്പെടുന്നു. ജീവിതക്രമത്തിൽ മാറ്റം വരുത്തി ഒരു മാസത്തെ പരിശീലനം മാനവികതയുടെ പാതയിലൂടെ മുന്നേറാൻ സഹായമാകണം. ഒറ്റ കാര്യമുള്ളൂ, വ്യക്തി നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ രാജ്യം നന്നാവും, ലോകം നന്നാവും. വേറെ ഒരു കാര്യമില്ല. മനസ്സുകളിലാണ് പരിവർത്തനം വേണ്ടത്. നമ്മള് ഇപ്പൊ ഇല്ലാത്തതും അതാണ്, അല്ലേ?
പുറമേയുള്ള ബാഹ്യമായ ആഘോഷങ്ങൾക്കും കെട്ടുകാഴ്ചകൾക്കും അപ്പുറം മനസ്സുകളിൽ മാറ്റം വരുന്നില്ല. ഇന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുക. യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നതിനേക്കാൾ വിഷമം റംളാൻ വിട പറഞ്ഞു എന്നുള്ളതാണ്. വീണ്ടും ഒരു റംളാൻ വരുമ്പോൾ നമ്മൾ കാണണേ, അതാണ് പ്രാർത്ഥന. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. നല്ലൊരു പെരുന്നാൾ ഉണ്ടാകട്ടെ എന്ന് ആസ്വാദികരവും ആചാരപരവും എല്ലാമായി സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഈദ് മുബാറക്.